ഫലമറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. അതിനിടയിൽ നമ്മുടെ PV അൻവർ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ബേപ്പൂരിൽ താൻ പരാജയപ്പെട്ടാൽ മൊട്ടയടിക്കുമെന്നും കമ്മലിട്ട് മിഠായി തെരുവിലൂടെ നടക്കുമെന്നുമൊക്കെയാണ് PV അൻവറിൻ്റെ പ്രസ്താവന. പ്രസ് ക്ലബിൽ വെച്ച് വാതുവെപ്പ് നടത്തുവാൻ മുഹമ്മദ് റിയാസിന് കഴിവുണ്ടോ? മുഹമ്മദ് റിയാസ് തയ്യാറാണോ എന്നും PV അൻവർ ചോദിച്ചു. മുഹമ്മദ് റിയാസ് തോറ്റാൽ മുഹമ്മദ് റിയാസ് കമ്മലിടേണ്ട മൊട്ടയടിക്കുമോ എന്നാണ് PV അൻവറിൻ്റെ ചോദ്യം. എന്തായാലും PV അൻവർ ജയിക്കുമെന്ന നല്ല ആത്മവിശ്വാസത്തിലാണ്. PV അൻവർ ഇങ്ങനെയാണ്, ആത്മവിശ്വാസം അദ്ദേഹത്തിന് വളരെ കൂടുതലാണ്. പിണറായിയുമായി തെറ്റി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ താൻ വിജയിക്കും എന്ന ആത്മവിശ്വാസം PV അൻവറിന് ഉണ്ടായിരുന്നു. 19,625 വോട്ടുകൾ നേടാനേ PV അൻവറിന് കഴിഞ്ഞുള്ളൂ. എന്തായാലും ബേപ്പൂരിൽ PV അൻവർ എത്തിയപ്പോൾ PV അൻവർ അവിടെ നല്ല പ്രചരണം തന്നെ ആദ്യഘട്ടത്തിൽ കാഴ്ചവെച്ചു. PV അൻവറിൻ്റെ വെല്ലുവിളിയെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. PV അൻവർ തോറ്റു കഴിഞ്ഞാൽ മൊട്ടയടിക്കും, കമ്മലിട്ട് മിഠായി തെരുവിലൂടെ നടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ഗതിവിഗതികൾ, 2011 മുതലുള്ള ഗതിവിഗതികൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. 2011 CPM നേതാവായ CITU നേതാവായ എളമരം കരീമാണ് ബേപ്പൂരിൽ നിന്ന് വിജയിച്ചത്. 5000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. 2016 വ്യവസായിയായ KC മമ്മദ് കോയ അവിടെ 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പൊതുവെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ മമ്മദ് കോയയ്ക്ക് കഴിഞ്ഞു. ഇടതുപക്ഷം അവിടെ കൂടുതൽ കരുത്താർജിച്ചു. 2021 മുഹമ്മദ് റിയാസ് ആ മണ്ഡലത്തിൽ എത്തുന്നത്. 20,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുഹമ്മദ് റിയാസ് വിജയിക്കുന്നതും മന്ത്രിയാകുന്നതും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ ബേപ്പൂർ LDFിനോടൊപ്പം നിന്നത് ശ്രദ്ധേയം. ചെറിയ തോതിൽ ലീഡ് നേടാൻ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടാൻ അവിടെ LDFന് കഴിഞ്ഞു. 2021 മത്സരിക്കാൻ എത്തുമ്പോൾ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ പുതുമുഖമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജനകീയനായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന പരമ്പരാഗതമായ ഒരു വിഭാഗം ബേപ്പൂരിലുണ്ട്. ആ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിരിക്കുന്നു ഇത്തവണ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിക്കുന്ന സീറ്റുകളിൽ ഒന്ന് ബേപ്പൂരായിരിക്കുമെന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുമ്പോഴും അൻവർ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു. അൻവർ മാജിക്ക് ഉണ്ടായിരുന്നു ഒരു കാലത്ത് കേരളത്തിൽ. അതിലാണ് അൻവർ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നത്. അൻവറിന് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ സാധിച്ചാൽ, വ്യക്തിപരമായ വോട്ടുകളും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ജയിക്കാം എന്നുള്ളതാണ് അൻവറിൻ്റെ വിശ്വാസം. ആ ആത്മവിശ്വാസത്തിലാണ് അൻവർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. എന്തായാലും ആ പ്രസ്താവന പിൻവലിക്കേണ്ട ഒരവസ്ഥ അൻവറിന് ഉണ്ടാകും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ജയിക്കുന്ന മന്ത്രിമാരിൽ ഒരാൾ മുഹമ്മദ് റിയാസ് ആയിരിക്കുമെന്ന് സകല എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. വാതുവെപ്പൊക്കെ അൻവർ നടത്തുമ്പോൾ ശ്രദ്ധിച്ച് വാതുവയ്ക്കണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. 2011 തൊട്ട് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ഡലമാണ് ബേപ്പൂർ. അവിടെ മുഹമ്മദ് റിയാസ് മത്സരിച്ചപ്പോൾ ചരിത്ര ഭൂരിപക്ഷമാണ് ലഭിച്ചത്. മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നതിലുപരി ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവായി മാറാൻ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ അൻവറിന് മൊട്ടയടിക്കേണ്ടി വരും ഈ വാതുവെപ്പിൽ. അതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. കാരണം
ബേപ്പൂർ മുഹമ്മദ് റിയാസിന് സ്വന്തം.